ശ്രീമതി എം ജെ മല്ലിക, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ നിരീക്ഷണങ്ങളൊക്കെ കുറിച്ചാണ് പറയുന്നത്. അത് രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പോഴും സ്റ്റേറ്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഇരകൾക്കൊപ്പം നിന്നോ, അല്ലെങ്കിൽ ഇരകൾക്ക് സ്റ്റേറ്റിന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇരകൾക്ക് ഈ പരമോന്നത കോടതി വരെ ഇരകൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അത് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഉണ്ടായ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഉണ്ടായത് സിദ്ദിഖിനെതിരെയുള്ള കേസാണ്. പക്ഷേ അതിനകത്ത് പോലീസ് കാണിച്ച ഉദാസീനത, അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയത്, അത് വലിയ അത്ഭുതമാണ്. ദിലീപ് വിഷയത്തിനകത്ത് കാണിച്ച ഇടപെടലുകൾ ഒരു ഭരണകൂടത്തിന് വെറും പ്രസ്റ്റീജ് ഇഷ്യൂ മാത്രമായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അതിനുശേഷമുണ്ടായ ഈ വിഷയത്തിനകത്ത് കൈവിട്ട് നിൽക്കുകയായിരുന്നു എന്ന് തോന്നിയിരുന്നത്. സ്റ്റേറ്റ് പ്രതിയാകുന്നില്ലേ ഇതിനകത്ത്? ഞാൻ അതിന്റെ എനിക്ക് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടി എന്നതിന്റെ അകത്ത് എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം കിട്ടും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന കുറെ കൂടി ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ക്രൈമുകൾ ഇപ്പൊ ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയും ഇതൊരു ക്രൈമാണ് എന്ന് ചെയ്യാനും ചർച്ച ചെയ്യാനും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതിന്റെ അകത്ത് നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഇന്നലകളിൽ അത് ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. തെളിവുകളുടെ ചെറിയ രീതിയിലേക്ക് നിങ്ങൾക്ക് എവിഡൻസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. എവിഡൻസ് ഉണ്ട്, തെളിവുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും അത്രയും നിയമപരമായിട്ട് ഒരു തരത്തിലും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തെളിവുകളെ കൂട്ടിച്ചേർക്കുകയും അത് വെച്ചുകൊണ്ട് എവിടെയാണോ ഈ പറയുന്ന രീതി പരാതിക്കാരിയുടെ കൂടെ നിൽക്കുകയും അവർക്ക് നിയമപരമായിട്ടാണെങ്കിലും മാനസികമായി സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റാൻഡാണ് പൊതുസമൂഹം എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ നമ്മളിപ്പം പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പ്രതിപട്ടികയിൽ പേര് വന്നിരിക്കുന്ന ആളുകൾ അവര് അപരാധികളാവാം. കാരണം 90% നമുക്ക് അപരാധികളാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും അത് അപരാധമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ വരുന്ന സമയത്ത് അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ഇതിന്റെ അത് നമുക്കറിയാം, നമ്മൾ മുൻപും ഇതേപോലെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള പല കേസസും ഉണ്ട്. അതിനകത്തൊക്കെ വന്നിട്ടുള്ള എന്താണ്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് വിട്ടയക്കേണ്ടി വരുന്നു. ഇതിന്റെ അകത്ത് പല സമയങ്ങളും നമ്മൾ പറയും അതോടുകൂടി കാര്യങ്ങൾ തീർന്നു. അതല്ല, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇത്തരത്തിലേക്ക് ഒരു കേസ് ഉണ്ടാവുകയും ആ കേസ് എടുക്കുകയും ആ കേസിന്റെ അകത്ത് മുന്നോട്ട് പോവുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ നാളെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലേക്കുള്ള രീതിയിലേക്ക് ഒരു സാധനം എടുക്കുമ്പോ അല്ല അത്തരം രീതിയിലേക്ക് ഒരു നിലപാട്, സ്ത്രീവിരുദ്ധമായ നിലപാട് എടുക്കുന്ന ആളുകൾക്ക് താക്കീതാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എനിക്കിപ്പം പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരും വളരെ പെർഫെക്റ്റ് ആയ ആളുകളല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വളരെ പെർഫെക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഒരുപടി നമ്മൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളിലൂടെ കടന്നു പോവുകയും അത് തെറ്റാണെന്ന് പോലും അംഗീകരിക്കാൻ പോലും അല്ലെങ്കിൽ അറിയുക പോലും ചെയ്യാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഇന്നലകളിലേക്ക് തിരിച്ചുപോയി എന്നൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൃത്യമായ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസുകൾ അടച്ചുകൊണ്ട് മാത്രമേ ഈ പറയുന്ന രീതിയിലേക്ക് ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനോ അതുപോലെ തന്നെ ശിക്ഷിക്കാനോ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും കേസോ അല്ലെങ്കിൽ ഒരു തരത്തിലേക്കുള്ള കുറ്റാരോപണം പോലും ഒരു ആരോപിതനായി എന്ന പേരിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾ പോലും ഇല്ലാതെ എത്രയോ പേര് നമ്മളുടെ ഒക്കെ തന്നെ ജയിലറുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിയമപരമായി കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് ആരാണോ പരാതി ഉന്നയിച്ചിട്ടുള്ളത് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിയമപരമായി അവരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശക്തരാക്കുകയും ആ ശക്തരായി നിർത്തുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മറുവശത്തെ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ രീതിയിലേക്ക് ആ രീതിയിലേക്ക് തെളിവുകളും അവർക്കും അതിന്റെ അവകാശങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ ഇപ്പൊ സിനിമാ ഫീൽഡിൽ ഇത്തരം ചർച്ച നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്.
പക്ഷേ ശ്രീമതി എം ജെ മല്ലിക, അതിലെനിക്കൊരു വിയോജിപ്പുണ്ട്. അതിൽ രണ്ട് കാര്യത്തിൽ വിയോജിപ്പ്. ഒന്ന്, ദിലീപ് വിഷയത്തിൽ ഇതായിരുന്നില്ല നിലപാട് എന്നുള്ളത്, അതിന്റെ കേസിന്റെ പല മെറിറ്റ് ഒരു വശം നിൽക്കട്ടെ. രണ്ടാമത്തേത്, 29 കേസ് രജിസ്റ്റർ എന്ന് പറയുന്നു. അപ്പോഴും ഇതൊക്കെ ചെറിയ മീനുകളാണ്. വമ്പൻ സ്രാവുകൾക്കെതിരായുള്ള പരാതിയൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്തളങ്ങളിൽ നിൽക്കുകയാണ്. അത്തരം പരാതികൾ പോലും പുറത്തു വന്നിട്ടില്ല. ഇത്രയും ശക്തമായി പുറത്തു വന്ന പരാതി അപ്പോഴും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സിദ്ദിഖ് ഇപ്പോഴും സിനിമയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങാനിരിക്കുന്നു. പരാതിക്കാരി എന്ന് പറയുന്നത് സിനിമയുടെ അകത്ത് പടിവാതിൽക്കൽ പോലും എത്താൻ കഴിയാതെ ഇപ്പോഴും ഔട്ട്കാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യുവതിയാണ്. ഇനി എത്ര പേര് പുറത്തേക്ക് വരും? ഇത്രയധികം തെളിവ് കൊടുത്തിട്ട് ഇതാണ് ഉണ്ടായതെങ്കിൽ ഇനി എത്ര പരാതി പുറത്തേക്ക് വരും? ഞാൻ ചോദിക്കുന്ന വെച്ചാല്, നിയമപരമായി അതിന് പറ്റുന്ന രീതിയിലേക്ക് തെളിവ് ഉണ്ടായിട്ട് പോലും ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രോങ് ആയിട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങളുമായിട്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ നടത്തുന്ന ചർച്ചകളിൽ ഇത് പിന്നോക്കം പോയി എന്ന് പറയുന്ന ചർച്ചകൾ പോലും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലേക്കുള്ള പരാതിയുമായി മുന്നോട്ട് വരാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവായിട്ട് ഇനി ഒന്നും ഞാൻ പറഞ്ഞ കാര്യത്തിനെ പരാമർശിച്ചുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മല്ലിക പറഞ്ഞതിനോട് റെസ്പോണ്ട് ചെയ്ത് പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ടത് പരാതിക്കാരുടെ ഒപ്പം കൂട്ടി അവർക്ക് തെളിവ് കൊടുക്കുകയാണ്, അവർക്ക് സമ്മതിക്കുന്നു. പക്ഷേ ഈ സ്റ്റേറ്റ് പരാതിക്കാർക്ക് വേണ്ടി സ്റ്റേറ്റ് പോവുക എന്നുള്ളത് ഒരു പരിമിതിയാവരുത്. അതായത് സ്റ്റേറ്റ് പരാതിക്കാരിയുടെ ആളായിട്ട് നിന്നിട്ട് പരാതിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു വേള പ്രതിയോടൊപ്പം നിൽക്കുക ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടാവുന്നു. ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആണ് സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു ഇവര് വളരെയധികം കമ്മ്യൂണിക്കേഷൻസ് നടത്തിയത്. അപ്പൊ ഇങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ ഏജൻസിയാണ്. ഇതിങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് പൊതുവായിട്ടുള്ള കാര്യമല്ല, ഇത് ഒരു പ്രത്യേക കേസിന്റെ കാര്യമാണ്. പിന്നെ ഞാൻ പറയട്ടെ, അതായത് സ്റ്റേറ്റിന്റെ അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞാൻ ഈ കേസുകൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നിന്നപ്പോ വളരെ ഗംഭീരമായിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോ ഈ 29 കേസിലുള്ള ഇരകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു ഇരയായിരുന്നാൽ മാത്രമാണ് നമുക്കത്, ഇരയോടൊപ്പം നിന്നാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുക. കാരണം ഇങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, ജാമ്യം കിട്ടുന്നതിനല്ല നമ്മൾ എതിർക്കുന്നത്, മറിച്ച് തെറ്റായ രീതിയിൽ ജാമ്യം കൊടുക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഏത് ഫീൽഡിലാണ് ഇത്തരത്തിലേക്ക് സാധനം ഇല്ലാത്തത്? നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിന്റെ അകത്ത് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സ്റ്റേറ്റിനെ കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്യാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനം എന്ന് പറയാം, പോലീസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ മതി, എല്ലാവരും കൂടി അതിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ളതിൽ എന്ത് സംശയമാണത്? പോലീസ് മാത്രമല്ല, ഇവിടെ ഈ പറയുന്ന കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽക്കുന്ന സിസ്റ്റത്തിന്റെ അകത്ത് എല്ലാ ഇടങ്ങളിലും സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമായിട്ടുള്ളതാണ്. സ്ത്രീ വിരുദ്ധതയല്ല, ഈ പ്രത്യേക കേസിലേക്ക് വരൂ. നമ്മൾ എല്ലാ സ്ത്രീ വിരുദ്ധതയും കഴിഞ്ഞതിന് ശേഷം, എല്ലാ സ്ത്രീ വിരുദ്ധതയും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹേമ കമ്മിറ്റിയിലുള്ള പരാതിക്കാരായ കുട്ടികളുടെ ഒപ്പം നിൽക്കാം, സ്ത്രീകളുടെ ഒപ്പം നിൽക്കാന്നല്ല. സ്പെസിഫിക് കേസാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിൽ സ്റ്റേറ്റിന്റെ വീഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് അയാളുടെ എന്തുകൊണ്ട് അയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എടുത്തില്ല. ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് തെറ്റാണ്. അത് പ്രതിയോടൊപ്പം നിൽക്കുന്നതിന് തുല്യമാണ്. കാരണം എല്ലാ സ്ഥലത്തും സ്ത്രീ വിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരിയോട് ഇത്തരം പരാതികൾ സമൂഹ മധ്യത്തിൽ ഉന്നയിച്ച മറ്റു പലരുമുണ്ടല്ലോ. നമുക്ക് ഞാനൊന്ന് തിരികെ വരാം. ശ്രീമതി എം ജെ